നമസ്കാരം, ഐറാസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് യൂറിക് ആസിഡിനെ കുറിച്ചാണ്. നിങ്ങളുടെ കാലിന്റെ ജോയിന്റിന് വളരെയധികം വേദന എടുത്തു. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രക്തം പരിശോധിച്ചപ്പോൾ യൂറിക് ആസിഡിന്റെ ലെവല് കൂടുതലായിട്ട് കണ്ടു. എങ്കിൽ എന്താണ് ഈ യൂറിക് ആസിഡ്? എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്? ജീവിതകാലം മുഴുവൻ യൂറിക് ആസിഡിന് വേണ്ടി മെഡിസിൻ കഴിക്കേണ്ടി വരുമോ? അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ നോർമൽ ലെവൽ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ചില ഫുഡ് ഐറ്റംസിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നത്. സാധാരണ ആരോഗ്യമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യൂറിക് ആസിഡ് അയാളുടെ യൂറിൻ വഴി തന്നെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് സെക്രീറ്റ് ചെയ്ത് പോകുന്നു. എന്നാൽ ചിലരിൽ ഈ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടി വരുന്നു, ചിലർക്ക് യൂറിൻ രീതിയിൽ സെക്രീറ്റ് ചെയ്ത് പോകുന്നതിന്റെ അളവും കുറഞ്ഞു വരുന്നു. ഇത്തരത്തിൽ ഈ യൂറിക് ആസിഡ് ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ അത് ക്രിസ്റ്റൽ ഫോം ആയിട്ട് മാറുന്നു. ക്രിസ്റ്റൽ ഫോം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പഞ്ചസാര ഒരു ക്രിസ്റ്റൽ ഫോം ആണ്. ഇത്തരത്തിൽ ക്രിസ്റ്റൽ ഫോം ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുന്നു. അത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കെട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോയിൻ ചെയ്ത് നിൽക്കുന്നു, പല ഭാഗത്തായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് ഈ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നത്. ജോയിന്റ്സിലാണ് ഇത് കൂടുതലായിട്ട് അടിഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്നത്. സ്ത്രീകളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പുരുഷന്മാരിലാണ് ഇത്തരം യൂറിക് ആസിഡിന്റെ ലെവൽ കൂടി വരാൻ കൂടുതൽ ചാൻസസ് കണ്ടുവരുന്നത്. ആസിഡ് കൂടുമ്പോൾ വരുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അസഹനീയമായ വേദന ഉണ്ടായിരിക്കും. കാലിന്റെ തള്ളവിരലിന് താഴെയായിട്ട് വീക്കം അല്ലെങ്കിൽ നല്ല റെഡിഷ് ഡിസ്കളറേഷൻ സാധാരണഗതിയിൽ കണ്ടുവരുന്നു. അതിനോടുകൂടി തന്നെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാവും. ഇത് കാലിന്റെ തള്ളവിരലിൽ മാത്രമല്ല, ആങ്കിൾ ജോയിന്റ്, നീ ജോയിന്റ്, അതുപോലെ എൽബോ ജോയിന്റിലൊക്കെ ഇത് അഫക്റ്റ് ആവുന്നുണ്ട്. ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡിന്റെ മോബിലിറ്റി വരെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് കണ്ടുവരുന്നു. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഇനി യൂറിക് ആസിഡിന്റെ നോർമൽ ലെവലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫീമെയിൽസിനാണെങ്കിൽ 2.4 തൊട്ട് 6 mg/dL ആണ് അവരുടെ നോർമൽ റേഞ്ച്. അതേസമയം മെയിലിനാണെങ്കിൽ 3.4 തൊട്ട് 7 mg/dL ആണ് അവരുടെ നോർമൽ റേഞ്ച്. യൂറിക് ആസിഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ്. സീറം യൂറിക് ആസിഡിന്റെ ലെവൽ നോക്കിയിട്ടാണ് ഇതിന്റെ ഹൈ ലെവലും ലോ ലെവലും കണ്ടുപിടിക്കുന്നത്. ഒരു മനുഷ്യന് ഗൗട്ട് ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തിന്റെ ഏത് ഭാഗത്താണോ ഗൗട്ട് ഉണ്ടായിരിക്കുന്നത് ആ ഭാഗത്തിന്റെ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ വഴിയോ എങ്ങനെയും അത് കണ്ടുപിടിച്ച് അത് ഏത് ഗൗട്ട് ആണോ അത് വേറെ എന്തെങ്കിലും ഡിസീസ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭക്ഷണക്രമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ പ്യൂരിൻസ് ആണ്. പ്യൂരിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴാണ് നമ്മുടെ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നത്. ഇത്തരം ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോൾ മെറ്റാബോളിസം എല്ലാം നടക്കുന്നു. മെറ്റാബോളിസം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടന്നതിന് ശേഷം അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇത്തരം യൂറിക് ആസിഡ് ഫോം ആവുന്നത്. ഇനി എന്തെല്ലാം ഫുഡ് ഐറ്റംസ് നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി പറയുന്നത് ഓർഗൻ മീറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിന് ലിവർ, ഹാർട്ട്, അതുപോലെ കിഡ്നി, അങ്ങനത്തെ വേസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ചിലർ അത് മാത്രം കടയിൽ പോയി വാങ്ങിച്ചു കഴിക്കും. അത്തരം ഫുഡ് ഐറ്റംസ് നമ്മൾ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യണം. കാരണം അത് ഹൈ ലെവലായിട്ട് യൂറിക് ആസിഡിനെ ഉയർത്താനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അതുപോലെ ചില ഫിഷ് ഐറ്റംസ് എന്ന് പറയുമ്പം നത്തോലി, മത്തി, അയല, അതുപോലെ ക്രാബ്, ഇവയെല്ലാം യൂറിക് ആസിഡ് കൂട്ടുന്നു. എന്നാൽ നമ്മൾ ഓർക്കും വെജിറ്റബിളിലൊക്കെ ഓക്കെ ആണല്ലോ, എന്നാൽ വെജിറ്റബിളിലേക്ക് മാറിയാക്കാമെന്ന്. വെജിറ്റബിളിലും പ്രശ്നമുണ്ട്. അതുപോലെ കോളിഫ്ലവർ, പീസ്, ചീര, അതുപോലെ തന്നെ മഷ്റൂം, ഇവയെല്ലാം നമ്മുടെ യൂറിക് ആസിഡ് ലെവൽ കൂട്ടുന്നു. മധുര പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ്, അതുപോലെ ബിവറേജസ്, ആൽക്കഹോളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ആൽക്കഹോളിലൊക്കെ ഹൈ യൂറിക് ആസിഡ് ലെവൽ കൂട്ടാനായിട്ട് ഉപകരിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, സോഡ, മിറണ്ട, അങ്ങനത്തെ ഡ്രിങ്ക്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം. അതുപോലെ ഷുഗറി ആയിട്ടുള്ള ബിവറേജസ്, ബീർ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ യൂറിക് ആസിഡ് നമുക്ക് നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഏതെല്ലാം ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ധാരാളം കഴിക്കണം. അതുപോലെ തന്നെ ബ്രൗൺ റൈസ്, ഓട്സ്, ഇതിലെല്ലാം ഫൈബർ സപ്ലിമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കോഫി കുടിക്കുന്നത് കുഴപ്പമില്ല. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ മുട്ട കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അത് നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. സോ ഇതെല്ലാം നമ്മൾ ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ട്രീറ്റ്മെന്റിനെ കുറിച്ച് പോവാം. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മരുന്ന് മാത്രമല്ല, പകരം നമ്മൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം. അതുപോലെ എക്സസൈസ് ചെയ്യണം. വണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ വണ്ണം കുറയ്ക്കണം. വൈറ്റമിൻ C സപ്ലിമെന്റ്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ കഴിക്കണം. തവിടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം.
ഇവയെല്ലാം ട്രീറ്റ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. ആരോഗ്യമുള്ള ഫുഡ് കഴിച്ചാൽ ആരോഗ്യമുള്ള ശരീരം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇതിനുശേഷം മാത്രം ഇതിലും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ മരുന്നിലേക്ക് മാറേണ്ടതുള്ളൂ. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഗൗട്ട് വന്നിട്ടുള്ളതിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ്, അതായത് വേദന, അസഹനീയമായ വേദന ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനുള്ള ട്രീറ്റ്മെന്റ്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇത് ഭാവിയിൽ ഇങ്ങനത്തെ ഗൗട്ട് ഒന്നും വരാണ്ടിരിക്കാനുള്ള ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾ യൂറിക് ആസിഡിന്റെ ലെവൽ നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം ഒന്ന് കഴിച്ചു നോക്കുക. അതിനുശേഷം എന്നിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ മാത്രം ഇത് ഭാവിയിൽ വരാണ്ടിരിക്കാനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ സജസ്റ്റ് ചെയ്യണം. നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ഹോം റെമഡീസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത്. ഇത് രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ആഡ് ചെയ്തിട്ട് രാവിലെയും രാത്രിയിലും ഭക്ഷണത്തിന് മുന്നേ അത് കുടിക്കുന്നത് യൂറിക് ആസിഡിന്റെ ലെവൽ കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരും. അടുത്തതെന്ന് പറയുന്ന ഒരു സാലഡ് രൂപത്തിലുള്ള ഒരു റെസിപ്പിയാണ്. ബീട്രൂട്ട്, കുക്കുംബർ, ക്യാരറ്റ് ഇതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കുറച്ച് എമൗണ്ട് എടുക്കുക. അതിൻ്റെ കൂടെ 1 സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. ഒലിവ് ഓയിൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ 1 or 2 സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സാലഡ് രൂപത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തെന്ന് പറയുന്നത് ഗ്രീൻ ടീ. ഇപ്പം നമ്മൾ എല്ലാവരും സാധാരണ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഈ 1 ഗ്ലാസ് ഗ്രീൻ ടീയിലേക്ക് പച്ച പാവയ്ക്കയുടെ പച്ച അത് കട്ട് ചെയ്ത് 2-3 പീസ് ഈ ഗ്രീൻ ടീയിലേക്ക് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക. ശേഷം അത് അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡിന്റെ ലെവൽ കുറയ്ക്കുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ ഏത്തപ്പഴം, അതിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ ലെവൽ കുറയ്ക്കുന്നു. അത് കഴിക്കുന്നത് നല്ലതാണ്. അവിടെയുള്ള ആഹാരങ്ങൾ, അതായത് ഓട്സ്, ബ്രൗൺ റൈസ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ ഫൈബർ സപ്ലിമെന്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ ലെവൽ കുറയ്ക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഒറ്റമൂലിയാണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ മഞ്ഞൾ, പച്ചമഞ്ഞൾ, ഇവ മൂന്നൂടെ നന്നായിട്ട് ക്രഷ് ചെയ്യുക. അതിൻ്റെ കൂടെ 5-6 കുരുമുളക് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് 3 ഗ്ലാസ് വെള്ളത്തിൽ ഈ മിക്സ് ആഡ് ചെയ്തിട്ട് തിളപ്പിക്കണം. നന്നായി തിളച്ച് 2 ഗ്ലാസ് ആവണം. അതായത് ആ കണ്ടന്റ് മൊത്തം ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് കുറുകി 2 ഗ്ലാസ് ആയതിനു ശേഷം ഇത് ദിവസവും 1 നേരം അല്ലെങ്കിൽ 2 നേരം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒറ്റമൂലി തന്നെയാണ്. ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്